അയ്യോ വണക്കം. കഴിഞ്ഞ ദിവസം വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തെറി പറഞ്ഞുകൊണ്ട് നടന്നവർ പല ആൾക്കാരും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാൽ കീഴിൽ വന്ന് അഭയം പ്രാപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് മീശമാധവൻ സിനിമ പറയുന്നത് പോലെയാണ്. ഈ ഭഗീരഥ പിള്ളയും മാധവനും തമ്മിൽ കഴിഞ്ഞ ദിവസം വരെ വലിയ ശത്രുതയിലായിരുന്നു. പക്ഷേ അവരിപ്പം നല്ല മിത്രങ്ങളാണ്. അതെങ്ങനെ നീ പറയുമെന്ന് ചോദിക്കുമ്പോൾ പിള്ളേച്ചൻ്റെ പടവലങ്ങാത്തോട്ടത്തിൽ അടുത്ത കൃഷി ഇറക്കാൻ പോകുന്ന മാധവനാണ്. അതെങ്ങനെ സംഭവിച്ചു? കഴിഞ്ഞ ദിവസം 11:59 വരെ പിള്ളേച്ചൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മുടെ പെടലി പറയുന്നത് പോലെയാണ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെറി പറഞ്ഞുകൊണ്ട് നടന്ന മഹുവ മൈത്ര, നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അള്ളി കീറുമായിരുന്നു മഹുവ മൈത്ര. ആ മഹുവ മൈത്രയെ ഞാനൊക്കെ എന്തോരം തെറി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അതായത് പാർലമെൻറ്റിൽ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ഇവർ കോഴ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് തെളിവ് സഹിതം പൊക്കിയതാണ്. തെളിവ് സഹിതം പൊക്കി പാർലമെൻറ്റിൽ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇടണമെന്ന് മഹുവ മൈത്ര പല തവണ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ മഹുവ മൈത്രയൊക്കെ വലിച്ചു കീറാൻ മുന്നിൽ നിന്നൊരു വ്യക്തിയാണ് ഞാൻ. ആ മഹുവ മൈത്ര ഇനി ഞാൻ ജി എന്ന് വിളിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്താപമല്ല, മനസ്സിലൊരു ആനന്ദം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ ശശി തരൂറിനെ ഒന്നും അങ്ങനെ നമ്മൾ വിമർശിക്കാറില്ല. കാരണം ഇവരെയൊക്കെ നാളെ നമ്മൾ ജി കൂട്ടി വിളിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ശശി തരൂറിനെ ഒന്നും വിമർശിക്കാത്തത്. പിന്നെ പ്രകാശ് രാജ്, അവനെ ഇപ്പോൾ പോലീസ് തൂക്കും. അതിനുശേഷം അവനും വൈഷ്ണവ ജന്നത്തോ പാടി നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ നമ്മുടെ കമലഹാസൻ അറിയാലോ. കമലഹാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമലഹാസൻ എത്തീസ്റ്റാണ്, പുരോഗമനവാദിയാണ്. കമലഹാസനെ പോലെ പുരോഗമനവാദിയായിട്ടുള്ള ഒരാൾ ഈ ലോകത്ത് വേറെ ഒന്നും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം മതങ്ങളെല്ലാം അങ്ങ് വിമർശിച്ച് അങ്ങ് മരിച്ചു കളയും. പിന്നെ കമലഹാസൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇന്നമാതിരി അരിവാളിയായിട്ടുള്ള ഒരാൾ ഈ ലോകത്ത് തന്നെ ഇല്ല എന്ന് കമലഹാസൻ സംസാരം കേട്ടാൽ തോന്നിപ്പോവും. പല ആൾക്കാരും കമലഹാസനെ അങ്ങനെയൊക്കെയാണ് പുകഴ്ത്തുന്നത്. പിന്നെ രജനീകാന്തിൻ്റെ കാര്യമാണെങ്കിൽ പറയണ്ട. കമലഹാസൻ ഒരു വേദി കിട്ടിയാൽ മതി, പുകഴ്ത്തി തള്ളാനായിട്ട് കാത്തിരിക്കുകയാണ്. കലയിത്തായി എല്ലാവരെയും കൈ പിടിച്ചുകൊണ്ട് കിടക്കുമ്പം കമൽഹാസനെ മാത്രം എടുത്ത് ഒക്കെ തിരുത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് രജനി അണ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ കമൽഹാസനെ പുകഴ്ത്താത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. ഒരു കമൽ ഫാൻ അല്ലാത്ത ആൾ എന്തിനു പറയുന്നു, സിനിമയെക്കുറിച്ച് എക്കും പൊക്കും അറിഞ്ഞുകൂടാത്ത ഒരു കിഴങ്ങനാണ് എന്നുള്ളൊരു വൈപ്പ് പോലും ഈ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ നാട്ടിൽ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. കാരണം ഒരു സിനിമയെക്കുറിച്ച് അത്യാവശ്യം അറിയണമെങ്കിൽ കമലഹാസൻ്റെ സിനിമകളൊക്കെ കണ്ടിരിക്കണം. അദ്ദേഹം സിനിമയിൽ കൊണ്ടുവരുന്ന ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജി, പിന്നെ LCD ടെക്നോളജി, പിന്നെ അതുപോലെ തന്നെ കമലഹാസൻ സിനിമയിൽ കൊണ്ടുവരുന്ന ബജാജ് DTSI ടെക്നോളജി, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദശാവതാര സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ബട്ടർഫ്ലൈ എഫക്റ്റ് ഒക്കെയാണ് കൊണ്ടുവരുന്നത്. എന്താണെന്ന് കമലഹാസന് തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കമലഹാസൻ കൊണ്ടുവരുന്നത്. സിനിമയിൽ കൊണ്ടുവരാത്ത, അതായത് സിനിമയിൽ പല ആൾക്കാരും ലോകത്ത് കണ്ടുപിടിക്കാത്ത പല സാധനങ്ങൾ പോലും കമലഹാസൻ സിനിമയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഇവരൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കും, തെറ്റായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ആ വേട്ടാവളേൻ്റെ പടങ്ങളൊന്നും അങ്ങനെ കാണാറുമില്ല. അങ്ങനെ കമലഹാസനെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തലും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് കമലഹാസൻ്റെ പടം കാണാത്ത ആൾ, ഇപ്പം നീ ഏത് സിനിമയുടെ ആളുടെ ഫാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും, അതായത് ബുദ്ധിജീവി ചമയുന്ന ആൾക്കാർ, അതായത് കുളിക്കാതെ നനയ്ക്കാതെ താടി മുടിയൊക്കെ നീട്ടി വളർത്തി മുഷിഞ്ഞ ജുപ്പയിട്ട് ആൾക്കാർക്ക് അടുത്ത് മൂക്ക് പൊത്താതെ അടുത്ത് പോകാൻ പറ്റില്ല. നമ്മുടെ ഈ IFFKയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറേ എണ്ണത്തിന് ഇങ്ങനെ കാണാനായിട്ട് ജുബയൊക്കെ ഇട്ട് കുറ്റിത്താടിയും വളർത്തി ചോദിച്ചാൽ ജൂലിയും കുലിയും കാണില്ല, വന്ന് അടുത്തിരുന്നിട്ട് വലിയ ഡയലോഗൊക്കെയാണ് അടിക്കുന്നത്. അതായത് അമ്മച്ചിക്കറിയുമോ ഈ ഡസ്റ്റോവ്സ്കിയുടെ ജീവിതകഥ എന്നൊക്കെ പറയുന്ന വലിയ ടീമുകളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ മറ്റേ ചലച്ചിത്ര സംവിധായകൻ പോകുന്നത് റോൾസ് റോയ്സിലാണ് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു കിടിലം മനുഷ്യനാണ്. അവസാനം പോകാൻ നേരത്ത് തലയും ചൊറിഞ്ഞിട്ട് ഒരു 10 രൂപ തരുമോ ചായ കുടിക്കുക എന്ന് പറയുന്ന ഒരു ടീമുണ്ട് നമ്മുടെ. അങ്ങനെ നമ്മുടെ ചില ടീമുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് വെച്ചിരിക്കുന്നത് കമലഹാസൻ്റെ പടങ്ങളൊക്കെ, അതൊക്കെയാണ് പടങ്ങൾ, അതൊക്കെ കാണണം, കമലഹാസൻ എടുത്ത് വച്ചിരിക്കുന്ന കാണണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കമലഹാസൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ബുദ്ധിജീവിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മോദി വിരുദ്ധനായിരിക്കണമല്ലോ. അത് നമ്മുടെ നാട്ടിലൊരു വൈപ്പാണ്, ബുദ്ധിജീവികളെല്ലാം മോദി വിരുദ്ധനായിരിക്കണം. അങ്ങനെ ആരെങ്കിലും BJPയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ മെട്രോമാനെ പോലെയുള്ള ചില ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങേരെ ക്രൂശിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ക്രൂശിച്ചു. കഴിഞ്ഞ ദിവസം മെട്രോമാൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അവന്മാരെല്ലാം കൂടെ മെട്രോമാൻ BJPയിലേക്ക് കയറുന്ന അടുത്ത സെക്കൻഡ് ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ തുടങ്ങി. ഒരു കാര്യം അറിയാമോ, മെട്രോമാൻ പണിത മെട്രോയിൽ വിള്ളലുണ്ട്, വിള്ളൽ എന്നൊക്കെ പറഞ്ഞു മെട്രോ ചോർന്നൊലിക്കുന്നു. ഈ മെട്രോയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കമലഹാസൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് അടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നതാണ്. കാരണം കമലഹാസൻ എന്താണ് പെട്രോളിൻ്റെ വില അദ്ദേഹം കുറയ്ക്കാത്തത്, ഇറാനും മറ്റേ വേട്ടാവളിയനുമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്, അന്തമാതിരി ഒരു സൂഴ്നിലയില നാമ പ്രഥമരോട് കൈയോട് ചേർന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമലഹാസൻ വലിയ ഡയലോഗ് അടിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കമലഹാസൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറയുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഈ ബോളിവുഡിലെ അധോലോക മാഫിയുണ്ടല്ലോ, അതിനെക്കുറിച്ച് കമലഹാസൻ തുറന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കണ്ട നമ്മുടെ നാട്ടിലെ ഇതുപോലെ താടിയും വളർത്തി മീശയും വളർത്തി ചൊറിയും കുത്തി കവലയിൽ ഇരുന്ന് പ്രസംഗം നടത്തുന്ന, അതായത് ദസ്റ്റോവ്സ്കിയെക്കുറിച്ചൊക്കെ പ്രസംഗം നടത്തുന്ന നിക്കോളാസ് കേജ്, പിന്നെ മറ്റേ ഇൻ്റർസെല്ലുലാറിൻ്റെ സംവിധായകനുണ്ടല്ലോ, അയാളെക്കുറിച്ചൊക്കെ പ്രസംഗം നടത്തുന്ന ഈ ബുദ്ധിജീവികൾ പറഞ്ഞു കമലഹാസൻ ഇങ്ങനെ പറയുന്നു. ഓ മൈ ഗോഡ്, കമലഹാസൻ ഇങ്ങനെ പറയാൻ യാതൊരുവിധ സാധ്യതയുമില്ലല്ലോ എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ബോളിവുഡിലെ അധോലോകം. ഈ ബോളിവുഡിലെ അധോലോകം കാരണം എനിക്ക് ബോളിവുഡ് വിട്ട് ഓടിപ്പോ
പോകേണ്ടി വന്നതും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് കമലഹാസൻ പറയുന്നത്. ബോളിവുഡിലെ അധോലോകം മാത്രമല്ല, ബോളിവുഡിലെ കള്ളപ്പണം, ഈ കള്ളപ്പണ ഇടപാടാണ് നമ്മുടെ രാജ്യത്തിനെ തകർക്കുന്നത് എന്ന് കമലഹാസൻ്റെ ആ ഒരു വാചകം അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഈ താടി വളർത്തി മീശ വളർത്തി ഇരിക്കുന്ന ഗുൽമോഹർ ടീംസിനൊക്കെ കമലഹാസനൊക്കെ ഒരു നടനാണോ? ദൃശ്യത്തിലെ കമലഹാസൻ്റെ ആക്ടിങ് കാണണം. ക്ലൈമാക്സിൽ മോഹൻലാൽ എന്ത് ഭംഗിയായിട്ട് അഭിനയിച്ചതാണ് ഗീതാ പ്രഭാകറിൻ്റെയും നമ്മുടെ പ്രഭാകറിൻ്റെ അടുത്ത് പോയി ചെല്ലുമ്പോൾ. അതായത് വരുണിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കമലഹാസൻ ഗീതാ പ്രഭാകറിൻ്റെയും അടുത്ത് ചെല്ലുമ്പോൾ മോഹൻലാൽ വളരെ തന്മയത്വത്തോടു കൂടി ആക്ട് ചെയ്തപ്പോൾ, അതായത് സ്വന്തം മോൻ ചത്ത മാതാപിതാക്കളെ നോക്കി ഇങ്ങനെ കാണിക്കുന്നതോടെ ആക്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ രംഗത്തെത്തും കമലഹാസനെതിരെ. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്ത് തന്നെയായിരുന്നാലും കമലഹാസൻ ഇപ്പോൾ അധോലോക ബന്ധങ്ങൾ അതിരുവിട്ടത് കൊണ്ടാണ് ബോളിവുഡിൽ നിന്നും ഞാൻ പുറത്തേക്ക് പോയത് എന്നുള്ള ആ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കമലഹാസൻ്റെ എക്സാക്ട് വാക്കുകൾ പറയുകയാണെങ്കിൽ, താൻ എന്തുകൊണ്ട് ബോളിവുഡ് കരിയർ ഉപേക്ഷിച്ചതെന്ന് പിന്നീട് ഒരു അഭിമുഖത്തിൽ കമലഹാസൻ തുറന്നു പറയുകയുണ്ടായി. അന്നത്തെ കാലത്ത് ബോളിവുഡ് താരങ്ങൾ ലഭിച്ചിരുന്ന അത്രയും ആഡംബര ജീവിതം തനിക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരേ സമയം 6 സിനിമകൾ വരെ അഭിനയിക്കാനുള്ള സാമ്പത്തിക ശേഷി അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സ്വന്തം വസ്ത്രങ്ങൾ പോലും സ്വയം കഴുകേണ്ടി വന്നിരുന്ന സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തെടുത്തു. ഒന്ന് ആലോചിച്ച് പോകണം. ആ സമയത്ത് അൾട്രാ കമ്മിയായിരുന്നു. ഈ അൾട്രാ കമ്മിയായിരുന്ന കമലഹാസൻ സ്വന്തം വസ്ത്രങ്ങൾ പോലും കഴുകുന്നത് എന്തോ ഭയങ്കര സംഭവമായിട്ടാണ് കണ്ടിരുന്നത്. ഈ യവന്മാരാണ് ഇവിടെ കിടന്നുകൊണ്ട് ഈ സ്ത്രീകൾ അടുക്കളയിൽ കയറി ഭക്ഷണം വയ്ക്കുമ്പോൾ പുരുഷനും കൂടെ എന്താ കയറി അടുക്കളയിൽ ഭക്ഷണം വെച്ചാൽ എന്ന് ചോദിക്കുന്നത്. ഇവിടെ അൾട്രാ കമ്മികളൊക്കെ ഞാൻ വസ്ത്രമൊക്കെ ഞാൻ കഴുകുമായിരുന്നു കേട്ടോ എന്ന് ആശ്ചര്യത്തോടു കൂടി പറയുകയാണ്. അതായത് വസ്ത്രങ്ങളൊക്കെ സ്വന്തമായിട്ടാണ് കഴുകുന്നത്. ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമില്ലേ? എൻ്റെ തുണി ഞാനാണ് ഒരു സമയത്ത് സ്വന്തമായിട്ട് കഴുകിക്കൊണ്ടിരുന്നത്. പിന്നെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ച ശേഷം വാഷിംഗ് മെഷീൻ കഴുകിക്കോളും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ സ്വന്തം തുണി പോലും ഒറ്റയ്ക്കാണ് അദ്ദേഹം കഴുകിയിരുന്നത്. എന്തിനു പറയുന്നു? അദ്ദേഹം സ്വന്തം വാ കൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് പറയാത്തത് ഭാഗ്യം. എന്തായിരുന്നാലും ഇങ്ങനത്തെ സാഹചര്യത്തിൽ 6 സിനിമകളിൽ വരെ അഭിനയിക്കാനുള്ള സാമ്പത്തിക ശേഷി അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സ്വന്തം വസ്ത്രങ്ങൾ പോലും സ്വയം കഴുകേണ്ടി വന്നിരുന്ന സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തെടുത്തു. എന്നാൽ ഇതിനേക്കാളേറെ ഉപരിയായി ബോളിവുഡ് അന്ന് വഴങ്ങിയിരുന്ന അല്ലെങ്കിൽ വിഴുങ്ങിയിരുന്ന അധോലോക ബന്ധങ്ങളും കള്ളപ്പണത്തിൻ്റെ സ്വാധീനമാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് അകറ്റിയത് എന്നാണ് പല റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സിനിമയിലെ കള്ളപ്പണ ഇടപാടുകളോട് പൊരുത്തപ്പെടാൻ തനിക്ക് സാധിക്കുകയില്ലായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അധോലോക ഭീഷണികൾക്ക് വഴങ്ങാനോ അതിനെതിരെ നിരന്തരം പോരാടി ജീവിക്കാനോ അദ്ദേഹം ആഗ്രഹിച്ചില്ല. കള്ളപ്പണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പൂർണ്ണമായും സുതാര്യമായി ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിനും സഹോദരനും താല്പര്യം. വലിയ ആഡംബരങ്ങളില്ലെങ്കിലും സ്വന്തം അധ്വാനത്തിൽ വാങ്ങിയ കാറിൽ സഞ്ചരിക്കുന്നതിലായിരുന്നു തനിക്ക് സന്തോഷമെന്നും ബോളിവുഡിലെ ആ മലിനമായ അന്തരീക്ഷത്തിൽ തുടരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് താൻ അവിടെ നിന്നും പിന്മാറിയതെന്നും താരം വെളിപ്പെടുത്തിയെന്നാണ് നമ്മുടെ മാധ്യമം.com ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ ഇത് ഇവിടെ കാണിക്കാം. ഈ മാധ്യമമാണ് അറിയുന്നത് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് നമ്മുടെ മീഡിയ ഫണ്ട് എന്ന് പറയുന്നത്. ഈ മീഡിയ ഫണ്ടിലും അടുപ്പ് കൂട്ടി ചർച്ചയിലിരിക്കുന്ന യവന്മാരാണ് നാഴികയ്ക്ക് 40 വട്ടം മോദി ബോളിവുഡിനെ തകർക്കുകയാണ്. കാരണം കമലഹാസൻ തന്നെ പറഞ്ഞല്ലോ, അധോലോകം, കള്ളപ്പണം. ഇപ്പോൾ അതൊക്കെ പോയി. നമുക്ക് താല്പര്യം അതിനോടൊക്കെയാണല്ലോ. എങ്കിലല്ലേ നമ്മുടെ ചാനൽ വരൂ, നമ്മൾ വളരൂ, നമ്മളെ പൂണി വീർക്കൂ. അതുകൊണ്ടൊക്കെ തന്നെ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ അധോലോകവും കള്ളപ്പണവും വിട്ടൊരു കളിയില്ല. അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു സമയത്ത് ദാവൂദ് ഇബ്രാഹിമാണ് ഇത് നിയന്ത്രിച്ചിരുന്നത്, ബോളിവുഡ് നിയന്ത്രിച്ചിരുന്നത്. ഈ ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും അമീർ ഖാനും എല്ലാം ദാവൂദ് ഇബ്രാഹിമിനെ കൊടും ക്രിമിനലാണ്, തീവ്രവാദിയാണ്, ഇവനെ ദാവൂദ് ജി എന്നാണ് പല വേദികളിലും പരസ്യമായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അത് അഭിസംബോധന ചെയ്യുമ്പോൾ പോലും അന്നൊരു പ്രതിഷേധം ഈ രാജ്യത്ത് ഉയർന്നില്ല. കാരണം അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ലെന്ന് ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം. അന്ന് മൻമോഹൻ സിംഗ് ആണ് ഭരിച്ചിരുന്നത്. അന്ന് നമ്മുടെ RJDയുടെ MP എഴുന്നേറ്റ് നമ്മുടെ ചിദംബരത്തോട് ചോദിക്കുകയാണ്, നമ്മുടെ അതേ പേപ്പർ, നമ്മുടെ അതേ ഇങ്ക് ഇതുപയോഗിച്ച് പാകിസ്ഥാൻ നമ്മുടെ അതേ പൈസ അവിടെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ആ പൈസ അവരിങ്ങനെ പ്രിൻറ്റ്, അതെങ്ങനെ ആ പേപ്പർ അവർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ചിദംബരം അവിടെ നിന്ന് എനിക്കറിഞ്ഞൂടാ എന്ന് പറയുന്ന കാഴ്ച ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഇത് പഴയ സഭയിൽ നടന്ന സംഭവമാണ്. അത് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. എന്നിട്ടാണ് ഒരു ദുരന്തർ സിനിമ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. ആ ദുരന്തർ സിനിമയിൽ അഭിനയിച്ച ആ വ്യക്തിയായിട്ടുള്ള ആ രൺവീർ സിംഗിനെ വിലക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രൺവീർ സിംഗിൻ്റെ ഭാര്യയായിട്ടുള്ള ദീപിക പടുകോൺ ദുരന്തർ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ ശേഷം രൺവീർ സിംഗിനോട് പിന്നെ മിണ്ടിയിട്ടില്ല എന്ന് പല മാധ്യമങ്ങളും അഭ്യൂഹം പരത്തുന്നുണ്ട്. പിന്നെ മാധ്യമങ്ങൾക്ക് അതാണല്ലോ പണി. ഇൻസ്റ്റാഗ്രാമിൽ ആരാരെ അൺഫോളോ ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ബോളിവുഡ് സമ്പൂർണ്ണമായി വൽക്കരിക്കപ്പെട്ട ഈ ബോളിവുഡിനെ തകർത്ത് തരിപ്പണമാക്കി ചണ്ടിയാക്കി പിഴിഞ്ഞു എടുത്തിട്ട് അലക്കി അശയിൽ വിരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരേണ്ടി വന്നു എന്നാണ് കമലഹാസൻ പറഞ്ഞതിൻ്റെ ആ ഒരു രത്ന ചുരുക്കം. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശരി.